ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീതകാല പച്ചക്കറികൾക്ക് ഇനി അടുത്ത് എന്താണ് വളം കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ബ്രൊക്കോളിയും അതുപോലെ തന്നെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഞാൻ നിങ്ങളെ തുടക്കം മുതൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇനി നമുക്ക് ഇതിനകത്ത് ഹെഡൊക്കെ വിരിയേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലൊരു അടിപൊളിയായിട്ടൊരു വളവും കൂടെ നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ വേറെ ഒരു ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്, നമുക്കത് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനിയും ഇതേപോലെ ശീതകാല പച്ചക്കറികൾ ആരെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും സമയം പോയിട്ടില്ല. നമുക്ക് ഇപ്പം നട്ടാലും നമുക്ക് മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നമുക്ക് ഇതിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ തുടങ്ങിക്കൊള്ളുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിക്കാം. തൈകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് നടാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശീതകാല പച്ചക്കറികളുടെയും അല്ലാത്ത പച്ചക്കറികളുടെയും ഒക്കെ വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങിച്ച് നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്തുകൊണ്ടെന്നറിയാമോ, ഇതിൻ്റെ മണ്ണൊക്കെ നിങ്ങൾ ഒരുക്കിയിടണം. മണ്ണ് ഒരുക്കുക എന്ന് വെച്ചാൽ മണ്ണിൻ്റെ പുളിപ്പ് രസമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇട്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഒരു 10 ദിവസമെങ്കിലും ഇട്ടേക്കണം. ആ സമയം കൊണ്ട് നമ്മൾ വിത്തുകളൊക്കെ പാകി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണും നല്ല സെറ്റായിട്ട് കിടക്കും. പിന്നെ അതിനകത്ത് കുറച്ച് വളവും കൂടെ, നമ്മുടെ കൈവശം എന്ത് വളമാണോ ഉള്ളത്, ജൈവവളം, നമ്മൾ ജൈവ രീതിയിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കോഴിവളമോ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ് ചെയ്ത മണ്ണിനകത്ത് മിക്സ് ചെയ്ത് ഇട്ടിട്ട് നമ്മുടെ തൈകളൊക്കെ ഒരു 4 പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് നമ്മുടെ ഗ്രോ ബാഗിൽ നടുമെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നിങ്ങൾക്ക് നടാം. അതല്ല നിങ്ങൾ മണ്ണിലാണ് നടുന്നുണ്ടെങ്കിൽ മണ്ണിൽ നിങ്ങൾക്ക് നടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നട്ടതായ നമ്മുടെ ബ്രൊക്കോളിയാണ് നിൽക്കുന്നത്. ബ്രൊക്കോളിക്ക് അപ്പുറത്തോട്ട് കോളിഫ്ലവർ നിൽപ്പുണ്ട്. അതിനപ്പുറത്തായിട്ട് ക്യാബേജും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ, ഈ തണ്ടിന് നീളം വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് കയറ്റി കൊടുക്കണമെന്ന് തുടക്കം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ നോട്ടം വേണം. പിന്നെ മഞ്ഞളുപ്പ് ഉള്ള ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് മഞ്ഞ ഇലകൾ കാണും, അത് നമ്മൾ നുള്ളി മാറ്റി കൈയോടെ കളഞ്ഞിരിക്കണം. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള വളമെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മുകളിലത്തെ ഭാഗം കൈ കൊണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, കൈ വെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം. ഇപ്പം അങ്ങോട്ട് നല്ലതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് നമ്മുടെ കൈവശമുള്ളതായ കുറച്ച് വളമുണ്ട്, ഇന്നിപ്പം ചേർക്കേണ്ട വളമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എല്ലുപൊടിയാണ് എടുത്തിരിക്കുന്നത്. എല്ലുപൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ചാരം എടുത്തിട്ടുണ്ട്, പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ചാണകപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റോ ആട്ടിൻകാഷ്ടമോ കോഴിവളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം 3 വളവും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആവശ്യത്തിന് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ എത്രമാത്രം തൈകളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ചാരം ഇതെല്ലാം അളവ് കുറഞ്ഞിരിക്കണം. ചാണകം കൂടുതലെടുക്കുക, ചാരം അതിൽ കുറച്ചെടുക്കുക. പിന്നെ അടുത്ത എല്ലുപൊടിയാണ്, അത് അതിലും കുറച്ചെടുക്കുക. ഒരു 2 പിടി എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് ഓരോന്നിൻ്റെയും ചുവട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതായ മിക്സ് ഉണ്ടല്ലോ, ചാണകപ്പൊടി എല്ലുപൊടിയും ചാരവും കൂടെ ചേർത്തുള്ളത്, നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഒരു 2 പിടി ഇട്ട് കൊടുക്കാം. കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴയ ഗ്രോ ബാഗിനകത്തൊക്കെ ഇരിക്കുന്ന മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്തതിൻ്റെ മണ്ണാണ് ഇത്. ഗ്രോ ബാഗിനകത്ത് ഇഞ്ചിയൊക്കെ വിളവെടുത്തിട്ട് അതിൻ്റെ മണ്ണ് അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ മണ്ണ് തന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അങ്ങോട്ട് കയറ്റി മണ്ണ് കൊടുത്തേക്കാം. ഞാൻ ഗ്രോ ബാഗ് നിറഞ്ഞിങ്ങനെ അങ്ങ് മണ്ണിരുന്നോട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും സ്ലറി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. വളം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മാത്രം മതി. നമ്മുടെ കോളിഫ്ലവറിനും ക്യാബേജിനും ബ്രൊക്കോളിക്കുമൊക്കെ ഇതേപോലെ വളം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ ഇനി നിൽക്കുന്ന എല്ലാത്തിനും നമുക്ക് വളം കൊടുക്കണം.
അപ്പോൾ ഇങ്ങനെ മഞ്ഞ ഇലകൾ വരുവാന്നുണ്ടെങ്കിൽ ആണ് അതിനെ നുള്ളി മാറ്റേണ്ടത്. കണ്ടില്ലേ, മഞ്ഞ ഇലകളിനെയൊക്കെ മാറ്റിക്കളഞ്ഞേക്കാം. എല്ലാത്തിൻ്റെയും ചൂട് നമ്മൾ ഇതേപോലെ ഒന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ വളം ഒരു 2 പിടി വീതം കൊടുക്കുക. ഇത് അത്യാവശ്യം വെയിലൊക്കെ വേണം, എന്നാലും ഒരുപാട് വെയിലില്ലെങ്കിലും കുഴപ്പമില്ല. ആ രീതിയിൽ തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 4-5 മൂടെങ്കിലും എല്ലാം ബ്രൊക്കോളി, അതുപോലെ ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. ഇതിവിടെ കുഞ്ഞു പരുവം മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന് അത്യാവശ്യം വെളിച്ചവും ചൂടും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മൾ സ്പേസ് ഇട്ട് വെക്കണം. അവിടെ ഇവിടെ എല്ലാം ഞാൻ കുറച്ച് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടല്ലോ നിലത്ത് നട്ടിട്ടുണ്ട്. അത് ഗ്രോ ബാഗിൽ നട്ടതിനേക്കാൾ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ ഇലകൾ കൂമ്പി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യാബേജിനകത്താണ്ട് കായകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് മൂടി ഇങ്ങനെ നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. കുഞ്ഞ് അടുക്കള കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അവർക്ക് ഇങ്ങനെ കൂടുതൽ കീടനാശിനികളൊന്നും തളിക്കാതെ നമ്മുടെ ഈ ക്യാബേജിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കാം. അപ്പം വലിയ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലോ അപ്പം ഇങ്ങനെ കെട്ടിക്കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇലകൾ ഇങ്ങനെ വിടർന്നു പോകാതിരിക്കാനും അതുപോലെ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനും നമ്മുടെ ഈ ക്യാബേജിനെ വന്ന് മറ്റുള്ള പ്രാണികളൊന്നും കടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വാഴവള്ളി എടുത്തിട്ടാണ് ഞാൻ കെട്ടുന്നത്. പ്ലാസ്റ്റിക്കുകൾ വെച്ച് കെട്ടാതിരിക്കുക. അപ്പോൾ ചൂടുകൊണ്ട് ചിലപ്പോൾ ഇലയൊക്കെ അഴുകി പോകാനായിട്ട് ഇട വരും. ഇപ്പം വാഴവള്ളിയോ ചണച്ചരടോ ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വാഴവള്ളി എടുത്തിട്ട് അതിനെ ഒന്ന് കൂട്ടി അണ്ട് ഇത്ര ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഞെരുക്കി കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ കെട്ടിക്കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതിപ്പം കൂമ്പ് ഇങ്ങനെ മൂടി വന്നതായിരുന്നു. ഇപ്പോൾ എന്തോ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ ഇല തിന്നിട്ട് ഇട്ടിരിക്കുകയാണ്. തത്തയാണോ അത് കിളികളാണോ ഒന്നൊന്നറിയാൻ വയ്യ. അപ്പോൾ അതിനെ ഇങ്ങനെ ആക്കി കളഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ മൂടി കെട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേണ്ട തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാബേജ് കണ്ടോ, ഇല മൂടി മൂടി വരുന്ന കണ്ടോ, കണ്ടില്ലേ. ഇനി ഇതിനെ പുഴുവൊക്കെ ഇങ്ങനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ എല്ലാത്തിനെയും നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. പിന്നെ ഡെയിലി വന്ന് നോക്കണം, ഇലയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴു ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബോർഡറായിട്ട് വേണ്ട ബോൾസും കൊടുത്തിരിക്കുന്ന നല്ല തഴപ്പോടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന സ്വല്പം ചാണകപ്പൊടിയൊക്കെ അതിന് കൊടുത്തിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടാണ് പൂക്കൾ പിടിച്ച് നിൽക്കുന്നത്. നല്ല പച്ചപ്പും നല്ല തഴപ്പും ആ കളറും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമേ നമ്മുടെ കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജൈവ സ്ലറി കൊടുത്തു. അപ്പം വീണ്ടും നമ്മൾ ഈ വളം കൊടുത്തു. അപ്പം ഇതേപോലെ നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലെ നിങ്ങളും കോളിഫ്ലവറോ ക്യാബേജോ ബ്രൊക്കോളിയോ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാനും മണ്ണടിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. കൃഷി ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് വിത്തുകൾ ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഇഞ്ചി, മാങ്ങ ഇഞ്ചി, കൂവ ഇങ്ങനെയുള്ളതായ പല സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.